മക്കളെ, ഇന്ന് നമുക്ക് ബൂട്ടി കാക്കി എന്ന കഹാനി നോക്കാം. പ്രേംചന്ദിൻ്റെ കഹാനിയാണ് ബൂട്ടി കാക്കി. ഗുൽസാറാണ് ഇതിൻ്റെ നിർദ്ദേശക്. ശാസ്തി അഥവാ ബ്ലർബ് എന്ന രൂപത്തിലാണ് നമുക്കിതിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. आधुनिक हिंदी साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूटी काकी. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാലാതീതനായ, കാൽജയി എന്ന് പറഞ്ഞാൽ കാലാതീതനായ കഥാകാരൻ പ്രേംചന്ദിൻ്റെ മാർമിക കഹാനി, ഒരു മർമ്മസ്പർശിയായിട്ടുള്ള കഹാനിയാണ് ബൂട്ടി കാക്കി. मानवीय करुणा की भावना से ओतप्रोत इस कहानी में बूटापे की समस्या को प्रस्तुत किया गया है. മനുഷ്യ കാരുണ്യം നിറഞ്ഞ ഈ കഥ, മാനവീയ കരുണ, മാനവീയ കരുണ എന്ന് പറഞ്ഞാൽ മനുഷ്യകാരുണ്യം നിറഞ്ഞ, കരുണാക്കി ഭാവന, മനുഷ്യകാരുണ്യത്തിൻ്റെ ഭാവനയാൽ ഓതപ്രോത് പറഞ്ഞ നിറഞ്ഞ, ഇസ് കഹാനിമേം ഈ കഥയിൽ, ബൂട്ടാപ്പേക്ക് സമസ്യ വൃദ്ധന്മാരുടെ പ്രശ്നം, വൃദ്ധാവസ്ഥയിൽ ഉണ്ടാകുന്ന വാർദ്ധക്യത്തിൻ്റെ പ്രശ്നം, ബൂട്ടാപ്പേക്ക് സമസ്യ വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളെ പ്രസ്തുത് കിയാ ഗയാ ഹെ വിവരിച്ചിരിക്കുന്നു, പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ബൂട്ടി കാക്കി എന്നത് ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാലാതീതനായ എഴുത്തുകാരൻ പ്രേംചന്ദിൻ്റെ ഒരു ഹൃദയസ്പർശിയായ കഥയാണ്. മനുഷ്യ കാരുണ്യം നിറഞ്ഞ ഈ കഥ വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നു. വൃദ്ധജനോ കി ജായദാദ് സമ്പത്തി, वृद्धजनों की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाले सामाजिक यथार्थ की ओर कहानी इशारा करती है. ഈ കഹാനി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചോദ്യം വരും. അപ്പം നിങ്ങൾ ഈ തന്നിരിക്കുന്നത് തന്നെ എഴുതിയാൽ മതി. വൃദ്ധജനോ കി ജായദാദ് സമ്പത്തി ലേനെ കെ ബാദ് ഉൻകി ഉപേക്ഷ കർണേ വാലെ സാമാജിക് യഥാർത്ഥ കി ഓർ കഹാനി ഇഷാര കർത്തി ഹെ. അതായത് വൃദ്ധന്മാരുടെ സ്വത്ത് കൈക്കലാക്കിയതിന് ശേഷം വൃദ്ധരെ അവഗണിക്കുന്നതിൻ്റെ സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. വൃദ്ധജനോ കി ജായദാദ് സമ്പത്തി, വൃദ്ധജനങ്ങൾക്കുള്ള സ്വത്ത്, ജായദാദ് സമ്പത്തി എന്ന് പറഞ്ഞാൽ സമ്പത്ത്, വൃദ്ധജനങ്ങളുടെ സമ്പത്ത്, ലേനെ കെ ബാദ് നേടിയതിന് ശേഷം, ഉൻകി ഉപേക്ഷ കർണേ വാലെ അവരെ അവഗണിക്കുന്നതിൻ്റെ സാമാജിക യാഥാർത്ഥ്യക്ക് ഓർ സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്ക് കഹാനി ഇഷാര കർത്തി ഹെ ഈ കഥ വിരൽ ചൂണ്ടുന്നു. ബൂട്ടി കാക്കി കോ വിധവാ ഹുയെ 5 വർഷ ഹോ ചുക്കേ ദേ. ബൂട്ടി കാക്കി വിധവയായിട്ട് 5 വർഷം ഹോ ചുക്കേ ഹെ കഴിഞ്ഞിട്ടുണ്ട്. ബൂട്ടി കാക്കി വിധവയായിട്ട് 5 വർഷമായിട്ടുണ്ടായിരുന്നു. ഉസ്കെ ജവാൻ ബേട്ടേക്ക് ബി, ഉസ്കെ അവരുടെ ജവാൻ ബേട്ട യുവാവായ മകനും കി ബി അകാൽ മൃത്യു പറഞ്ഞാൽ അകാലത്തിൽ മരിച്ചു. അവരുടെ മകനും അകാലത്തിൽ മരിച്ചു. ഇസ് സംസാർ മേ ബൂട്ടി കോ അപ്നാ കഹ്നെ വാല കോയി നഹി. ഇസ് സംസാർ മേ ഈ ലോകത്തിൽ, ബൂട്ടി കാക്കിക്ക് ആ വൃദ്ധയ്ക്ക്, അപ്നാ കഹ്നെ വാല സ്വന്തമെന്ന് പറയാൻ, കോയി നഹീം ആരും ഉണ്ടായിരുന്നില്ല. ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ആ വൃദ്ധയ്ക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല.
काकी अपनी सारी संपत्ति भतीजे के नाम करवाकर കാക്കി തൻ്റെ സാരി സമ്പത്തി എല്ലാ സമ്പത്തും ഈ ബൂട്ടി കാക്കി വൃദ്ധയായ അമ്മായി തൻ്റെ എല്ലാ സമ്പത്തും ബദീജയ്ക്ക് നാം മരുമകന്റെ പേരിൽ കർവാക്കർ തൻ്റെ എല്ലാ സ്വത്തുക്കളും മരുമകന് നൽകിയിട്ട് ഉസ്കെ സാത്രേത്തീതി അയാളോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. വൃദ്ധയായ ബൂട്ടി കാക്കി തൻ്റെ എല്ലാ സ്വത്തുക്കളും മരുമകന് കൈമാറി അവനോടൊപ്പം താമസിച്ചു. ഇൻസാൻ കെ ലാലജ് കി കോയി സീമാ നഹി ഹോത്തി. ഇൻസാൻ മനുഷ്യന്റെ ലാലജ് കൊതി അത്യാഗ്രഹത്തിന് കോയി സീമാ നഹി ഹോത്തി അതിന് അതിരില്ല അല്ലെ. മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് എന്തില്ല, അതിരില്ല എന്നാണ് പറയുന്നത്. വൃദ്ധ തൻ്റെ സ്വത്ത് മുഴുവനും എല്ലാ സ്വത്തുക്കളും അനന്തരവന് മരുമകന് കൈമാറിയിട്ട് അവനോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് അതിരുകളില്ല. ബുദ്ധിറാം ഓർ രൂപ അപ്പനെ കാക്കിക്കെ പ്രതി ബുദ്ധിറാമും രൂപയും अपनी काकी के प्रति तब तक बहुत अच्छे रहते हैं जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. ബുദ്ധിറാമും രൂപയും അവരുടെ അമ്മായിയോട് വളരെ സ്നേഹത്തോടെയും ദയോടെയും പെരുമാറിയിരുന്നത് അവർ തൻ്റെ എല്ലാ സ്വത്തുക്കളും അവർക്ക് സമ്മാനിക്കുന്നതുവരെയായിരുന്നു. ബുദ്ധിറാം ഓർ രൂപ അപ്പനി കാക്കിക്കെ പ്രതി തബ് തക്ക് എപ്പോൾ വരെയാണോ, തബ് തക്ക് പറഞ്ഞ വരെ, ബഹുത്ത് അച്ചേ കർത്തേ ഹേ ജബ് തക്ക് കി എപ്പോൾ വരെ എന്നാൽ ബുദ്ധിറാമും രൂപയും തൻ്റെ വൃദ്ധയായിട്ടുള്ള അമ്മായിയോട് തബ് തക്ക് ബഹുത്ത് അച്ചേ രഹത്തെ ഹേ അപ്പോൾ വരെ നല്ല രീതിയിലാണ് അവർ താമസിച്ചിരുന്നത്, നല്ല സ്നേഹത്തോടെ പെരുമാറുന്നു. ജബ് തക്ക് എപ്പോൾ വരെ എന്നാൽ വഹുനെ അപ്പനി സാരി സമ്പത്തി ഉപഹാർമേ നെഹീം ദേ ദേത്തി അവർ തൻ്റെ സമ്പത്ത് മുഴുവൻ അവർക്ക് നൽകാതെ ഇരുന്ന സമയമുണ്ടല്ലോ. അപ്പം അവരുടെ സ്വത്ത് നൽകുന്നതിന് മുമ്പേ അവരോട് വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കരുതലോടെയും അവരെ സ്നേഹിച്ചു. വേ ലോഗ് ബാത്ത് പർ ബൂട്ടി കാക്കി കാ അപമാൻ ഓർ തിരസ്കാർ കർത്തേ ദേ പിന്നീട് അവരെന്താ ചെയ്യാൻ തുടങ്ങിയത്? സ്വത്ത് കിട്ടിയതിന് ശേഷം വേ ലോഗ് അവർ ബാത്ത് പർ പറഞ്ഞാൽ ഓരോ കാര്യത്തിലും ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം എല്ലാ കാര്യങ്ങളിലും എന്ത് കാര്യമായാലും മതി, ചെറിയ കാര്യമായാലും മതി, എന്ത് കാര്യത്തിനും ബാത്ത് പറ എല്ലാ കാര്യങ്ങളിലും ബൂട്ടി കാക്കിയെ അപമാനിക്കുകയും തിരസ്കാർ കർത്തേതേ തിരസ്കരിക്കുകയും ചെയ്തിരുന്നു. ബൂട്ടി കാക്കിയെ അപമാനിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തിരുന്നു. തിരസ്കരിക്കുക പറഞ്ഞാൽ പുച്ഛിക്കുക, അവരെ തീരെ ഒരു വില കൽപ്പിക്കാതെ അവരെ പുച്ഛിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ബർപേട്ട് ഭോജൻ സേ ബി വഹു വഞ്ചിത് ദി അത് മാത്രമല്ല അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം പോലും നൽകാതെയായി. അവർക്ക് വയറ് നിറച്ചുള്ള ഭക്ഷണം പോലും നിഷേധിക്കപ്പെട്ടു. जो रिश्ते टीली बुनियाद पर टिके होते हैं वे रिश्ते ही खत्म हो जाते हैं. ദുർബലമായ അടിത്തറയെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങൾ പലപ്പോഴും വാടിപ്പോകുന്നു. जो रिश्ते टीली बुनियाद पर टिके होते हैं वे रिश्ते ही खत्म हो जाते हैं. ടീലി ബുനിയാദ് പറഞ്ഞ അയഞ്ഞ ബന്ധത്തിന് അയവ് സംഭവിക്കുമ്പോൾ ആ ബന്ധം എന്താകുന്നു? അവസാനിക്കുന്നു. അതായത്
ദുർബലമായ അടിത്തറയെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങൾ എന്താകുന്നു, പലപ്പോഴും തകർന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ചോട്ടി ലഡ്കി ലാഡലി, അവരുടെ ചെറിയ മകളായ ലാഡലി പരിവാർ മേ ഏകമാത്ര ഐസി ഹേ ജോ ഉസ് ഗരീബ് ആത്മാ കി ദേഖ്ഭാൽ കർത്തി ഹേ. അവരുടെ ചെറിയ മകളായ ലാഡലി എന്ന പെൺകുട്ടി മാത്രമാണ് ഈ ദരിദ്രയായ ആത്മാവിനെ പരിപാലിക്കുന്ന ഒരേ ഒരാൾ എന്നാണ് പറഞ്ഞത്. ചോട്ടി ലഡ്കി ലാഡലി പരിവാർമ ഏകമാത്ര പറഞ്ഞ ഒരേ ഒരാൾ, ഐസിഹ ഇങ്ങനെയുള്ള ഒരേ ഒരാൾ, ആ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. എങ്ങനെയുള്ള ഉസ് ഗരീബ് ആത്മാക്കി ദേഖ്ഭാൽ കർത്തിയെ, ആ ദരിദ്രയായ ആത്മാവിനെ, ഈ ദരിദ്ര ആത്മാവിനെ പരിപാലിക്കുന്ന ഒരേ ഒരു പെൺകുട്ടി ഈ ലാഡലി എന്ന പെൺകുട്ടി മാത്രമായിരുന്നു. मुंशी प्रेमचंद की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म. മുൻഷി പ്രേംചന്ദിന്റെ മറക്കാനാവാത്ത കഥയെക്കുറിച്ചുള്ള ഗുൽസാറിന്റെ സംവേദനശീൽ ഓർ മാർമിക ലഘു ഫിലിം, സംവേദനശീലവും അതുപോലെ തന്നെ ഹൃദയസ്പർശിയുമായിട്ടുള്ള ലഘു ഫിലിം, ഹ്രസ്വചിത്രം. മുൻഷി പ്രേംചന്ദിന്റെ മറക്കാനാവാത്ത കഥയാണ് എന്ത്, ബൂട്ടി കാക്കി എന്ന കഥ. അദ്ദേഹം എഴുതിയ പല കഥകളിൽ ഒരു കഥയാണ്. അങ്ങനെ ഈ മറക്കാനാവാത്ത ബൂട്ടി കാക്കി എന്ന കഥയ്ക്ക് ഗുൽസാർ മാർമികമായിട്ടുള്ള ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഹ്രസ്വചിത്രം നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ബൂട്ടി കാക്കി എന്ന കഥ പഠിക്കാനുള്ളത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബ്ലർബ് തയ്യാറാക്കാനാണ് ഉണ്ടായിരിക്കുക. ഏതെങ്കിലും നിങ്ങൾ കണ്ട സിനിമയുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പുസ്തകത്തിൻ്റെ ബ്ലർബ് എഴുതാനായിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേ അങ്ങനെ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ മാത്രമുള്ളൊരു ചോദ്യം മാത്രമാണ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് അവിടെ ആ പുസ്തകത്തിൻ്റെ കഹാനി തന്നിട്ട് അതിലിപ്പോൾ അതായത് നിങ്ങൾക്കിവിടെ താഴെ ഒരു കഹാനി തന്നിട്ടുണ്ടല്ലോ, ഗോദാൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഗോദാൻ എന്ന ഇത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടാണല്ലോ പോവുക. അപ്പോൾ ഇതിൽ നിന്നും ആയിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ കഹാനിയാണ്, അപ്പോൾ പ്രേംചന്ദ്, അങ്ങനെ പിന്നെ ആരുടെ കഥയാണ്, കർഷകൻ്റെ കഥയാണോ, അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രം ഫിൽ ചെയ്യാൻ മാത്രമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഇതിൽ നിന്നും പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ഇസ് പർ ധ്യാൻ ദേം, ശസ്തി അഥവാ ബ്ലർബ് ക്യാ ഹേ എന്നാണ്. ശസ്തി എന്നാണ് ഇത് പറഞ്ഞല്ലോ. ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ശസ്തി അല്ലെങ്കിൽ ബ്ലർബ്? അപ്പൊ നമുക്ക് നോക്കാം. ബ്ലർബ് किसी पुस्तक, सिनेमा या अन्य सृजन कार्य के प्रचार के लिए लिखे जाने वाले प्रेरक सारांश है. ബ്ലർബ് എന്ന് പറയുന്നത് ഏതെങ്കിലും പുസ്തകം, സിനിമ അല്ലെങ്കിൽ മറ്റ് സൃഷ്ടിപരമായ എന്തെങ്കിലും സൃഷ്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എഴുതുന്ന ഒരു സംഗ്രഹമാണ് ബ്ലർബ്. ഏതെങ്കിലും ഒരു കഥയെയോ സിനിമയെയോ പുസ്തകത്തിനെയോ എന്തിനെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന ഒരു ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗ്രഹമാണ് എന്ത്, ബ്ലർബ് എന്ന് പറയുന്നത്. ब्लर्ब के किताब या फिल्म से संबंधित महत्वपूर्ण बातों को ही शामिल किया जाता है. പുസ്തകങ്ങളെ കുറിച്ചോ സിനിമയെ കുറിച്ചോ ഉള്ള പ്രധാന പോയിന്റുകൾ മാത്രമേ ബ്ലർബിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കഥയായാലും കൃതിയായാലും നോവലായാലും എന്തിനെ കുറിച്ചാണെങ്കിലും ആ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ പ്രധാന പോയിന്റുകൾ മാത്രമാണ് ബ്ലർബിൽ ഉൾപ്പെടുത്തുക. ബ്ലർബുമേ കിതാബ് യാ ഫിലിംസെ, ബ്ലർബിലെ പുസ്തകം അല്ലെങ്കിൽ ഫിലിമിനെ സംബന്ധിച്ചിട്ടുള്ള മഹത്വപൂർണ്ണ ബാത്തോം, അതിൻ്റെ പ്രധാന പോയിന്റുകൾ ഷാമിൽ കിയാ ജാത്താ ഹെ, ഉൾപ്പെടുത്തുന്നു. ഇസ്മേം രചന और രചനാകാർ സെ സംബന്ധിത് സംക്ഷിപ്ത വിവരൺ ഷാമിൽ ഹോഗ. അതിൽ കൃതിയെക്കുറിച്ചും
കൃതി രചിച്ച ആളെ കുറിച്ച്, സ്രഷ്ടാവിനെ കുറിച്ച്, കൃതിയെക്കുറിച്ചും സ്രഷ്ടാവിനെ കുറിച്ചും ഒരു ഹ്രസ്വ വിവരണം ഉൾപ്പെടുത്തണം. അതിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? രചന. നമ്മൾ എഴുതുന്ന കഥയാണോ കഥയാണോ അല്ലെങ്കിൽ സിനിമാ കഥയാണോ എന്താണോ അതിൻ്റെ രചനയെക്കുറിച്ചും രചനാകാരനെ കുറിച്ചും സംക്ഷിപ്ത വിവരണം, ചുരുക്കത്തിലൊരു വിവരണം നൽകണം. ഏറ്റവും ഹ്രസ്വമായ രീതിയിലൊരു വിവരണം നൽകണം. കിസി ലോകപ്രിയ പാത്ര ഹോ തോ ഉൻകാ ഭി ജിക്ർ കർന അച്ഛാ ഹോഗ. ഏതെങ്കിലും ഒരു ജനപ്രിയ കഥാപാത്രമാണെങ്കിൽ അവരെ പരാമർശിക്കുന്നത് നല്ലതാണ്. കിസി ലോകപ്രിയ പാത്ര ഹോ തോ, ഏതെങ്കിലും ഒരു ജനപ്രിയ കഥാപാത്രമാണെങ്കിൽ അതിനെ ഒന്ന് പരാമർശിക്കുന്നത് നന്നായിരിക്കും. ब्लर्ब आम तौर पर किताब या प्रचरण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. ഒരു പുസ്തകത്തിന്റെ പിൻ കവറിൽ അല്ലെങ്കിൽ പ്രൊമോഷണൽ മെറ്റീരിയലിൽ സാധാരണയായി ഒരു ബ്ലർബ് അച്ചടിക്കുന്നു. ബ്ലർബ് എവിടെയാണ് അച്ചടിക്കുന്നത്? ബ്ലർബ് ആം തൗർ പർ, കൂടുതലായും, किताब या प्रचरण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. പുസ്തകത്തിന്റെ പിൻ കവറിൽ അല്ലെങ്കിൽ പ്രൊമോഷണൽ മെറ്റീരിയലിലാണ് സാധാരണയായി ഒരു ബ്ലർബ് അച്ചടിക്കുന്നത്. ബ്ലർബ് के छापने का मुख्य उद्देश्य रचना की तरफ पाठक या दर्शक को आकर्षित करना है. വായനക്കാരെയോ കാഴ്ചക്കാരനെയോ കൃതിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ബ്ലർബിന്റെ പ്രാഥമിക ലക്ഷ്യം. ബ്ലർബിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പ്രാഥമിക ലക്ഷ്യം. ആദ്യം തന്നെ അത് ബ്ലർബ് എഴുതുന്നത് കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നാണ് പറഞ്ഞത്? ആ വായനക്കാരനെ അല്ലെങ്കിൽ കാഴ്ചക്കാരനെ കൃതിയിലേക്ക് ആകർഷിക്കുക. ब्लर्ब के छपाने का मुख्य उद्देश्य रचना की तरफ पाठक या दर्शक को, ആ രചനയിലേക്ക് പാഠകനെ, വായനക്കാരനെയോ അല്ലെങ്കിൽ കാണികളെയോ ആകർഷിക്കുക എന്നതാണ്. ബ്ലർബ് पढ़ते ही पाठक या दर्शक किताब पढ़ने या फिल्म देखने के लिए प्रेरित हो जाए. പുസ്തകം വായിക്കാനോ സിനിമ കാണാനോ ഉള്ള പ്രചോദനം നൽകാനാണ്. ബ്ലർബ് വായിക്കുമ്പോൾ തന്നെ എന്തുണ്ടാവണം? ബ്ലർബ് പഠിത്തേഹി, ബ്ലർബ് വായിക്കുമ്പോൾ തന്നെ പാഠകിയ ദർശക്, വായനക്കാരനായാലും ദർശകനായാലും കാഴ്ചക്കാരനായാലും കിതാബ് പഠനയ ഫിലിം ദേഖനെ, പുസ്തകമാണെങ്കിൽ പുസ്തകം വായിക്കാനും ഫിലിം ആണെങ്കിൽ ഫിലിം കാണാനുമുള്ള പ്രേരണ അവരിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഈ ബ്ലർബ് എഴുതുന്നത്. इस दृष्टि से देखा जाए तो ब्लर्ब स्वयं ही एक सृजनात्मक कार्य है. ഈ വീക്ഷണകോണിൽ ഒരു ബ്ലർബ് തന്നെ ഒരു സൃഷ്ടിപരമായ ഒരു സൃഷ്ടിയാണ്. ബ്ലർബ് സ്വയം ഹി ഏക് സൃജനാത്മക കാര്യ ഹെ. ബ്ലർബ് എന്ന് പറയുന്നത് തന്നെ സ്വയം ഒരു സൃഷ്ടിയാണ്. इसकी भाषा और प्रस्तुति की शैली अनोखी हो ताकि पढ़ते ही पाठक रचना के प्रति आकर्षित हो जाए. വായനക്കാരനെ ഉടൻ തന്നെ കൃതിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന തരത്തിൽ അതിൻ്റെ ഭാഷയും അവതരണ ശൈലിയും സവിശേഷമായിരിക്കണം. ഇസ്കി ഭാഷ ഓർ പ്രസ്തുതിക്ക് ശൈലി, ഇതിൻ്റെ ഭാഷയും അതുപോലെ തന്നെ അവതരണ ശൈലിയും അനോക്കി ഹോ താക്കി, അനോക്കി വിചിത്രമായിരിക്കണം. താക്കി പഠിത്തേ ഹി പാഠക് രചനാക്കെ, ആ ബ്ലർബ് വായിച്ച ഉടനെ തന്നെ പാഠക് രചനാക്കെ പ്രതി ആകർഷിത് ഹോ ജായേ, ഉടൻ തന്നെ അവര് അതിലേക്ക് ആകർഷിക്കണം, ആ കൃതിയിലേക്ക് ആകർഷിക്കപ്പെടണം. വായനക്കാരന് ഉടൻ തന്നെ ആ കൃതിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന തരത്തിൽ അതിൻ്റെ ഭാഷയും അവതരണ ശൈലിയും സവിശേഷമായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബ്ലർബ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട്
ഒരു പുസ്തകമാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. കിതാബ് കി ശസ്തി യാ നമൂനെ. നമൂന എന്ന മാതൃക. ഒരു പുസ്തകത്തിന്റെ ബ്ലർബ് എങ്ങനെ തയ്യാറാക്കാം, ശസ്തി എങ്ങനെ തയ്യാറാക്കാം എന്നതിന്റെ മാതൃകയാണ്. ഗോദാൻ എന്ന പുസ്തകത്തിനെ കുറിച്ചാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഗോദാൻ, ഗോദാൻ, വരദാൻ, നിർമ്മല, രംഗഭൂമി, കർമ്മഭൂമി തുടങ്ങിയതെല്ലാം പ്രേംചന്ദിന്റെ ഉപന്യാസങ്ങളാണ്. പ്രേംചന്ദ് के उपन्यासों में एक तरफ तो किसान जीवन का विशद चित्रण मिलता है, वहीं दूसरी और उनमें पतनशील और उदीयमान सामाजिक शक्तियों की साधारण पहचान दिखाई देती है. ഒരു വശത്ത് പ്രേംചന്ദിന്റെ നോവലുകൾ കർഷക ജീവിതത്തിന്റെ ഉജ്ജ്വലമായ ചിത്രീകരണം നൽകുന്നു. മറുവശത്ത് അവ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതും ഉയർന്നു വരുന്നതുമായ സാമൂഹിക ശക്തികളുടെ അസാധാരണമായ തിരിച്ചറിയൽ പ്രകടമാക്കുന്നു. ഗോദാൻ അനേക അർത്ഥോं में സർവദാ അനൂട്ടി രചന ഹെ. ഗോദാൻ എന്നത് പല അർത്ഥത്തിൽ സവിശേഷമായ ഒരു കൃതിയാണ്. അനൂട്ടി രചന. इसमें मुनाफे और मेहनत की दुनिया के बीच गहराती गाई को उन्हें बड़ी बारीकी से चित्रित किया है. ഇനിയും എന്ന് പറഞ്ഞാൽ ഇതിൽ ലാഭത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ലോകങ്ങൾക്കിടയിലുള്ള വിശാലമാകുന്ന വിടവ് അദ്ദേഹം സൂക്ഷ്മമായി ചിത്രീകരിച്ചിരിക്കുന്നു. ലാഭത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ലോകത്തിനിടയിലുള്ള വിശാലമായ വിടവ്. ഇസ്മേം മുനാഫെ और मेहनत की दुनिया के बीच गहराई गाई को उन्हें बड़ी बारीकी से चित्रित किया है. വളരെ വിചിത്രമായി സൂക്ഷ്മമായി ചിത്രീകരിച്ചിരിക്കുന്നു. गोदान में अनेक किसान पात्रों को उबार कर लिखने के बदले उनका ध्यान होरी पर केंद्रित रहा है. ഗോദാനിൽ, ഗോദാൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൽ, ഗോദാനിൽ അനേക കിസാൻ പാത്രോക്കോ ഉബാർക്കർ, നിരവധി കർഷക കഥാപാത്രങ്ങളെ എടുത്തു കാണിക്കുന്നതിന് പകരം, ബദലെ, രഘുനേക്കെ ബദലെ എടുത്തു കാണിക്കുന്നതിന് പകരം, ഉൻകാ ധ്യാൻ, അദ്ദേഹം ഹോറിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉൻകാ ധ്യാൻ ഹോറി പർ കേന്ദ്രിത് രഹാ ഹെ. അദ്ദേഹം ഹോറിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഹോറി എന്ന കഥാപാത്രത്തിൽ. उसके चरित्र में उन तमाम किसानों की विशेषताएं मौजूद है जो जमींदारों और महाजनों की धीमे धीमे किंतु बिना रुके चलने वाली चक्की में पीसने के लिए अभिशप्त है. ഭൂവുടമകളുടെയും പണമിടപാടുകാരുടെയും മന്ദഗതിയിലുള്ളതും എന്നാൽ നിരന്തരമായതുമായ പീഡനത്തിന് വിധിക്കപ്പെട്ട എല്ലാ കർഷകരുടെയും സ്വഭാവവിശേഷങ്ങൾ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിൽ ഉൾക്കൊള്ളുന്നു. किंतु बिना रुके चलने वाली चक्की में पीसने के लिए अभिशप्त है. बार बार पढ़ने के बाद भी इस रचना की ताजगी खत्म नहीं होती है, उसकी महानता है. बार बार പറഞ്ഞ നിരന്തരം, നിരന്തര വായന, അതായത് ആവർത്തിച്ചുള്ള വായനയ്ക്ക് ശേഷവും ഈ കൃതി അതിൻ്റെ പുതുമ നിലനിർത്തുന്നു. ഇതാണ് അതിൻ്റെ മഹത്വം.
ബാർ ബാർ പഠനയ്ക്ക് ബാദ് ബി തുടർച്ചയായുള്ള വായന, ആവർത്തിച്ചുള്ള വായനയ്ക്ക് ശേഷവും ഈ രചനാക്കി താസകി ഈ രചനയുടെ പുതുമ ഖത്മ നഹി ഹോത്തി അവസാനിക്കുന്നില്ല. യേ ഇസ്കി മഹാനത ഹൈ ഇതാണ് അതിൻ്റെ മഹത്വം. അത്രയാണ് നമ്മൾ ഗോദാൻ എന്ന നോവലിനെ കുറിച്ച് ഇവിടെ ബ്ലർബ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കിസി മൻപസന്ത് കിതാബ് യാ ഫിലിം കി ശസ്തി തയ്യാർ കരീം എന്ന ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ട് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.